പണ്ട് പണ്ട് സത്യയുഗത്തിന്റെ ആരംഭത്തിൽ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ പുലസ്ത്യ പ്രജാപതിക്ക് വിശ്രവസ് എന്നൊരു മകനുണ്ടായിരുന്നു. വിശ്രവസ് അതിമഹത്തായ തപശക്തിയുള്ള ഒരു മഹർഷിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ ഇളവിളയിൽ ജനിച്ച പുത്രനാണ് കുബേരൻ. കുബേരൻ ചെറുപ്പം മുതലേ അച്ഛനെ പോലെ കഠിനമായ തപസ്സനുഷ്ഠിക്കുന്നതിൽ താല്പര്യം കാണിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾ അദ്ദേഹം ജലത്തിൽ മുങ്ങി തപസ് ചെയ്തു. പിന്നീട് പഞ്ചാഗ്നിയുടെ നടുവിൽ ഒറ്റക്കാലിൽ നിന്ന് തപസ് തുടർന്നു. അദ്ദേഹത്തിന്റെ ഈ കഠിനമായ തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് കുബേരന് വരങ്ങൾ നൽകി. ബ്രഹ്മാവിൽ നിന്ന് കുബേരന് ലഭിച്ചത് അമൂല്യമായ വരങ്ങളായിരുന്നു. ലോകപാലക സ്ഥാനം, 8 ദിക്കുകളിലെ കാവൽക്കാരിൽ ഒരാളായി ഉത്തര ദിക്കിന്റെ അധിപനായി കുബേരൻ നിയമിക്കപ്പെട്ടു. ധനാധിപത്യം, ഭൂമിയിലെ സകല നിധികളുടെയും സമ്പത്തിന്റെയും ഉടമസ്ഥനും കാവൽക്കാരനുമായി. പുഷ്പക വിമാനം, മനസ്സിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സുവർണവും അത്യാധുനികവുമായ ഒരു പറക്കും കൊട്ടാരം. ശംഖനിധി, പത്മനിധി, സകല സമ്പത്തിന്റെയും ഉറവിടങ്ങളായ 2 മഹാനിധികൾ. ഈ വരങ്ങൾ നേടിയ ശേഷം കുബേരൻ തന്റെ അച്ഛനായ വിശ്രവസിനെ സന്ദർശിച്ചു. സന്തോഷ വാർത്ത അറിയിച്ചു. അച്ഛന്റെ നിർദ്ദേശപ്രകാരം കുബേരൻ ത്രികൂട പർവ്വതത്തിന് മുകളിലുള്ള വിശ്വകർമാവ് നിർമ്മിച്ച ലങ്കാപുരി എന്ന സുവർണ നഗരം തന്റെ ആസ്ഥാനമാക്കി. യക്ഷന്മാരും ഗുഹ്യന്മാരും കിന്നരന്മാരും അദ്ദേഹത്തിന്റെ സേവകരായി അവിടെ കഴിഞ്ഞു. കുബേരൻ രാജരാജനായി, ധനത്തിന്റെ അധിപനായി, സകല ഐശ്വര്യങ്ങളോടും കൂടി ലങ്ക ഭരിച്ചു. എന്നാൽ കഥ ഇവിടെ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. വിശ്രവസിന് കൈകസി എന്ന രാക്ഷസ സ്ത്രീയിൽ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖി എന്നിങ്ങനെ മറ്റു മക്കളും ഉണ്ടായിരുന്നു. രാവണൻ കഠിന തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് അമാനുഷിക വരങ്ങൾ നേടി 3 ലോകങ്ങളെയും അടക്കി ഭരിക്കാൻ ശക്തനായി മാറി. അഹങ്കാരിയായ രാവണൻ തന്റെ അർദ്ധ സഹോദരനായ കുബേരന്റെ ഐശ്വര്യത്തിലും ലങ്കാപുരിയുടെ പ്രതാപത്തിലും അസൂയാലുവാകുകയും ലങ്കയെ ആക്രമിക്കുകയും ചെയ്തു. ഭീമാകാരമായ യുദ്ധത്തിൽ കുബേരന്റെ സൈന്യം പരാജയപ്പെടുകയും രാവണൻ കുബേരനെ ലങ്കയിൽ നിന്ന് ആട്ടിയോടിക്കുകയും ചെയ്തു. അതോടൊപ്പം കുബേരന്റെ അമൂല്യമായ പുഷ്പക വിമാനവും രാവണൻ ബലമായി പിടിച്ചെടുത്തു. ഈ വിമാനമാണ് പിന്നീട് രാമൻ സീതയോടും ലക്ഷ്മണനോടുമൊപ്പം അയോധ്യയിലേക്ക് മടങ്ങാൻ ഉപയോഗിച്ചത്. മാനസികമായി തകർന്ന കുബേരൻ വടക്ക് ദിക്കിലേക്ക് യാത്ര തിരിച്ചു. കൈലാസ പർവ്വതത്തിനടുത്തായി വിശ്വകർമാവ് പണിത് നൽകിയ അതിമനോഹരമായ അളകാപുരി എന്ന നഗരത്തിൽ അദ്ദേഹം പുതിയ ആസ്ഥാനം സ്ഥാപിച്ചു. അവിടെയും അദ്ദേഹം തന്റെ തപസ്സും സത്കർമ്മങ്ങളും തുടർന്നു. മറ്റൊരു പ്രധാന കഥ ശിവനുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ കൈലാസത്തിൽ പരമശിവനും പാർവതി ദേവിയും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് കുബേരൻ അവിടേക്ക് വന്നു. ഐശ്വര്യത്തിന്റെ അധിപനായതിനാൽ അദ്ദേഹത്തിന് അല്പം അഹങ്കാരമുണ്ടായിരുന്നു. പാർവതി ദേവിയുടെ സൗന്ദര്യത്തിലും ശിവനുമായുള്ള അടുപ്പത്തിലും ഒരു നിമിഷം അസൂയയോടെ കുബേരൻ നോക്കി. സർവജ്ഞാനനായ ശിവൻ കുബേരന്റെ മനസ്സറിഞ്ഞു. കോപിഷ്ഠയായ പാർവതി ദേവി അസൂയയോടെ നോക്കിയ കുബേരന്റെ ഒരു കണ്ണ് പൊട്ടനായി പോകട്ടെ എന്ന് ശപിച്ചു. ആ കണ്ണ് പിന്നീട് മഞ്ഞ നിറത്തിലാകുകയും ചെയ്തു. അങ്ങനെയാണ് കുബേരന് ഏകാംക്ഷി പിങ്കളൻ എന്ന പേര് വന്നത്. കുബേരന്റെ അഹങ്കാരം ശമിച്ചു. അദ്ദേഹം ദേവിയോട് ക്ഷമ ചോദിച്ചു. പിന്നീട് കുബേരൻ ശിവന്റെ ഉറ്റ ചങ്ങാതിയായി തീരുകയും ചെയ്തു. അളകാപുരിയിൽ താമസമുറപ്പിച്ച കുബേരൻ അവിടെ ഇരുന്ന് തന്റെ സമ്പത്ത് അർഹിക്കുന്നവർക്ക് വിതരണം ചെയ്യുകയും ധർമ്മിഷ്ഠരായ മനുഷ്യരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അമിതമായി ഭക്ഷണം കഴിച്ച് വയറ് ചാടിയ, ആഭരണങ്ങൾ അണിഞ്ഞ കുള്ളനായൊരു രൂപമായാണ് കുബേരനെ പിന്നീട് ചിത്രങ്ങളിൽ കാണുന്നത്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: സമ്പത്തുണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് വിനയവും ധർമ്മവും കാത്തു സൂക്ഷിക്കുന്നത്. അഹങ്കാരം സർവനാശത്തിലേക്ക് നയിക്കും, എന്നാൽ ഭക്തിയും ധർമ്മവും നമ്മെ ഉന്നതിയിലെത്തിക്കുകയും ചെയ്യും.